പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും രാജസ്ഥാനും സന്ദർശിക്കും. രാജസ്ഥാനിലെ പൊഖ്റാനിൽ സേനാ വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന ഭാരത് ശക്തി അഭ്യാസത്തിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ റെയിൽവേ നാടിന് സമർപ്പിക്കും. 10 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് മോദിയുടെ ഇന്നത്തെ പരിപാടികളുടെ വിശദാംശങ്ങൾ? വേണു, ഏതാണ്ട് 85,000 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികൾ ആണ് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. അഹമ്മദാബാദിലെ DFC പ്രവർത്തന നിയന്ത്രണ കേന്ദ്രം സന്ദർശിച്ചാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന പരിപാടികൾ നിർവഹിക്കുക. അവിടെ ഉള്ള പരിപാടികൾക്ക് ഉപരിയായി മറ്റ് പരിപാടികൾ, അത് ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. റെയിൽവേ പണിശാലകൾ, ലോക്കോ ഷെഡുകൾ, പിറ്റ് ലൈനുകൾ, കോച്ചിംഗ് ഡിപ്പോകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൈദ്യുതി ട്രാക്ഷൻ സിസ്റ്റം നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ തറക്കല്ലിൽ ഇടൽ അടക്കമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. ചരക്കിടനാഴിയുടെ കിഴക്കൻ DFC ആയിട്ടുള്ള ന്യൂ ഖുർസ മുതലുള്ള 401 റെയിൽവേ കിലോമീറ്റർ ഭാഗം ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. അതിന് ഉപരിയാണ് അഹമ്മദാബാദ്, മുംബൈ സെൻട്രൽ, സെക്കന്ദരാബാദ്, വിശാഖപട്ടണം, മൈസൂർ അടക്കമുള്ള മേഖലകളിലെ വിവിധ റെയിൽവേ വികസന പദ്ധതികൾ നടത്തുന്നത്. 4 വന്ദേ ഭാരത് ട്രെയിനുകൾ ദീർഘിപ്പിക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. ഒപ്പം തന്നെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്, അത് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിനെ മാംഗ്ലൂർ വരെ നീട്ടുന്നത് അടക്കമുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.